2013 UDF ഭരണകാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? നമ്മളൊന്ന് പരിശോധിക്കാം. ഒരു വർഷം 100 വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പഠന സൗകര്യം. കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയിലെ പിന്നാക്കാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം. 2013 നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ മെഡിക്കൽ കോളേജിന് തറക്കല്ലിടുമ്പോൾ ഇതൊക്കെയായിരുന്നു സ്വപ്നം. എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന നയത്തിൻ്റെ ഭാഗമായാണ് കാസർഗോഡും മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. 2012 മാർച്ച് 24 സർക്കാർ ഉത്തരവിറങ്ങിയതോടെ ജില്ലയോളം പഴക്കമുള്ള ആഗ്രഹത്തിന് ചിറകുമുളച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും പ്രഭാകരൻ കമ്മീഷൻ ശുപാർശ പ്രകാരം 25 കോടി രൂപ അക്കാദമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിനായി അനുവദിച്ചു. ഇവിടെ പൂർത്തിയായ ഏക കെട്ടിടം ഇത് മാത്രമാണ്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് 62.45 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഇതിൽ തുടർ നടപടി ഉണ്ടാവാതിരുന്നതോടെ 3 വർഷം കഴിഞ്ഞപ്പോൾ അടങ്കൽ തുക 95.8 കോടിയായി പുതുക്കി നിശ്ചയിച്ചു. 2017 ഇതിന് പിണറായി സർക്കാർ ഭരണാനുമതി നൽകി. 2018 നവംബർ 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. 2019 ജൂൺ 27 കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ കെട്ടിടങ്ങളുടെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നതാണ് മറുപടി നൽകിയത്. പക്ഷേ ഇപ്പോഴിതായി കെട്ടിടങ്ങളൊക്കെ കാടുമൂടി കിടക്കുകയാണ്. കോവിഡ് പിടിമുറുക്കിയ 2020 ഏപ്രിലിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് കെട്ടിടങ്ങൾക്ക് ജീവൻ വെച്ചു. അന്ന് നിർമ്മാണം പൂർത്തിയായ അക്കാദമിക് ബ്ലോക്കിൽ കോവിഡ് ബാധിതരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കോവിഡിന് ശേഷം ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചെങ്കിലും ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 2022 ജനുവരി 22 OP ആരംഭിച്ചു. ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്, ന്യൂറോളജി, നെഫ്രോളജി, പൾമണോളജി, ഡെർമറ്റോളജി തുടങ്ങി 9 വിഭാഗങ്ങളിലാണ് OPയുടെ പ്രവർത്തനം. ഇപ്പോൾ അതും കാര്യക്ഷമമായി നടക്കാത്ത മട്ടാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ ന്യൂറോളജി OPയിലെത്തുന്ന രോഗികൾക്ക് സ്കാനിംഗ് പോലുള്ള വിശദ പരിശോധനകൾക്ക് 26 കിലോമീറ്റർ യാത്ര ചെയ്ത് കാസർഗോഡ് നഗരത്തിൽ പോകേണ്ടി വരുന്നതും ദുരിതമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി വന്നു ഏതോ ഒരു പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത പ്രവൃത്തികൾക്ക് കയ്യും കണക്കുമില്ല. ഉദ്ഘാടനം നടക്കുന്നതല്ലാതെ മറ്റൊരു പ്രവൃത്തി അവിടെ നടക്കുന്നില്ല. എന്ത് നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞ് പണിയൊക്കെ പൂർത്തിയായി. ഇനി ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ എന്നാണ്. ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയുമായി. മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആദ്യ ബാച്ച് ആരംഭിച്ചു. പക്ഷേ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള താമസം, ഭക്ഷണം തുടങ്ങിയ സൗകര്യങ്ങൾ ഇപ്പോഴും സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടില്ല. OP സേവനങ്ങൾക്കെല്ലാം അതത് ദിവസത്തെ OP ഷീറ്റ് ആവശ്യമാണ്. ഒരു നോട്ടീസൊക്കെ പതിച്ചിട്ടുണ്ട്. പക്ഷേ കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ OPയുടെ അവസ്ഥ ഇതാണ്. ഷട്ടറിട്ട് മൂടിയിട്ടുണ്ട്. എന്നാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഒന്ന് പ്രവർത്തനം ആരംഭിക്കുക എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.